ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. നിങ്ങളുടെ കഴിഞ്ഞ കാലം നഷ്ടങ്ങളെക്കുറിച്ച് പറയുന്നു. ഓർമ്മകളിലെ, സത്യത്തിലെ, നീതിയിലെ പൊള്ളയായ ഇടങ്ങൾ, ഇഷ്ടങ്ങൾ, അതുപോലെ ചില കാര്യങ്ങളുടെ, ചില വ്യക്തികളുടെ അഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷേ അതിനെ ചൊല്ലി നിങ്ങളുടെ ലൈഫ് വേസ്റ്റാക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതിനാൽ നഷ്ടങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളിൽ ഹീലിങ്ങിന് വഴിയൊരുക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ നിങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി അനുവദിക്കുക. ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ എനർജിയിലാണ്, നിങ്ങൾക്ക് അവൈലബിളായ റിസോഴ്സസിലും നിങ്ങളുടെ പ്രതിരോധ ശേഷിയിലുമാണ്. അതായത് ആത്മീയമായോ മാനസികമായോ പ്രായോഗികമായോ നിങ്ങളുടെ എനർജിയെ സൂക്ഷ്മമായി സംരക്ഷിക്കുക. പവർ അഥവാ ശക്തി പുറത്തുനിന്നല്ല വരുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ഒഴുകുന്നത് എന്ന് മനസ്സിലാക്കുക. ദൈവികമായ പ്രവാഹം പോലെ അത് വെല്ലുവിളികളിലൂടെ നിങ്ങളെ നിങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി സഹായിക്കും. ഇവിടെ സർവൈലൻസ് എന്ന കാർഡ് ജാഗ്രതയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സ്വകാര്യത സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും സ്വയം വിശ്വസിക്കുന്നതിനെക്കുറിച്ചും ചില കാര്യങ്ങളെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുന്നതിനെക്കുറിച്ചും പറയുന്നു. ഭയമില്ലാതെ വ്യക്തമായി കാണുക. ദൈവിക ദർശനം മനുഷ്യ നിരീക്ഷണത്തേക്കാൾ മഹത്താണെന്ന് ഓർക്കുക. താങ്ക് യു ഡിയേഴ്സ്.